نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വേനലവധി പൂർത്തീകരിച്ച് നമ്മുടെ മക്കളൊക്കെ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക്, പുതിയ ക്ലാസ് മുറികളിലേക്ക്, പുതിയ പഠനാന്തരീക്ഷങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. സ്കൂളിലും മദ്രസയിലുമൊക്കെ ആ നിലക്ക് പുതിയ ക്ലാസുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിജ്ഞാനത്തിൻ്റെ ഒരു പുതിയ വസന്തകാലമാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അറിവ് നേടുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ടല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് അത് മഹത്തരമായ ഒരു ഇബാദത്താണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഒന്നാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നിടത്ത് പോലും നമ്മൾ കാണുന്നത് ഖുർആനിലെ ഏറ്റവും ഒന്നാമതായിട്ട് ഇറങ്ങുന്ന വചനവും അതിലെ ഏറ്റവും ഒന്നാമത്തെ വാക്കും ഏതാണ്? ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഖുർആനിന്റെ അവതരണം തുടങ്ങുന്നത്. വായിക്കാനും പഠിക്കാനും ധാരാളമായി പ്രേരണ നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹം സൂറത്ത് അലക്കിന്റെ തഫ്സീർ വിശദീകരിക്കുന്നിടത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അവന് നൽകിയ ഒന്നാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് അറിവ് നൽകുക എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ശേഷം പിന്നീട് നടക്കുന്ന സംഗതികളൊക്കെ സൂറത്തുൽ ബഖറയിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അവിടെ എല്ലാ വസ്തുക്കളുടെയും അള്ളാഹു സൃഷ്ടിച്ച സകലതിന്റെയും പേരുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് റബ്ബ്. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അറിവ് നൽകുക എന്നുള്ളതാണ്. വിജ്ഞാനമാണ് ഏറ്റവും മഹത്തരമായ ഗുണമെന്നും
അത് നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനമെന്നും ഇത് തെളിയിക്കുന്നു എന്ന് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അറിവ് നേടുക എന്നുള്ളതിന്റെ മഹത്വമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു അനിവാര്യതയാണ്, അതൊരു നിർബന്ധമായ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഭാഷ്യം. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെ മേലും അറിവ് നേടുക, ത്വലബുൽ ഇൽമി എന്നുള്ളത് അത് നിർബന്ധമായ ബാധ്യതയാണ്. ഫരീളത്തുൻ, ഫർളാണ്, വാജിബാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടത് ഫർളാകുന്നു? എന്തുകൊണ്ടാണ് അറിവ് നേടുക എന്നുള്ളത് അത് നിർബന്ധമായി തീരുന്നത്? കാരണം അറിവ് നേടുന്നതിലൂടെയേ ഒരു മനുഷ്യന് നന്മകൾ നേടിയെടുക്കുക സാധ്യമാവുകയുള്ളൂ. അറിവില്ലാതെ ഒരാളെങ്ങനെയാണ് നന്മയെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ആ നന്മ ചെയ്യുകയും ചെയ്യുക? ഒരു സംഗതി നന്മയാണെന്ന് അറിയണ്ടേ? ഒരു സംഗതി തിന്മയാണെന്ന് അറിഞ്ഞാലല്ലേ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക? ഹലാലും ഹറാമും അതൊക്കെ അറിവുകളാണ്. ആ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാമതായി കടന്നു ചെല്ലേണ്ടുന്ന ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സലഫുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അൽ ഇൽമ്, അറിവ് എന്ന് പറയുന്നത് അസ്ലു കുല്ലി ഖൈർ, എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ്, അസ്ലാണ് എന്നാണ്. വൽ ജഹൽ, അതുപോലെ തന്നെ അറിവുകേട് അസ്ലു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും എല്ലാ അപകടങ്ങളുടെയും സകല ശർറുകളുടെയും ഫിത്നകളുടെയും അടിസ്ഥാനം അത് അറിവുകേടുമാണ്. നന്മ നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ, ഖൈറുകൾ നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അറിവ് ഉണ്ടായേ തീരൂ. അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും ശർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും സ്വയം രക്ഷിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ അറിവ് ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് മഹാരഥന്മാരായ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് അറിവ് നേടുക എന്നുള്ളത് ഫർളാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യന് ഭക്ഷണത്തോടും പാനീയത്തോടുമുള്ള ആവശ്യത്തെക്കാൾ വലുതാണ് അറിവിനോടുള്ള അവന്റെ ആവശ്യം. നമുക്ക് മനുഷ്യന്മാർക്ക് ഭക്ഷണവും പാനീയങ്ങളൊക്കെ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനേക്കാളും അവൻ ആവശ്യമുള്ളതാണ് അറിവ് എന്ന് പറയുന്നത്. കാരണം ഭക്ഷണവും വെള്ളവും ദിവസത്തിൽ 1-2 തവണയേ മനുഷ്യന് ആവശ്യമുള്ളൂ. എന്നാൽ അറിവ് അവന്റെ ഓരോ ശ്വാസത്തിലും അവന് അനിവാര്യമായിട്ടുള്ളതാണ് എന്ന്. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷങ്ങളിലും അവന് അറിവ് അനിവാര്യമാണ്. ഭക്ഷണം വെള്ളമൊക്കെ ദിവസത്തിൽ 1-2 തവണയൊക്കെ അത്യാവശ്യമായി തീരുന്നുള്ളൂ. അതാണ് അറിവിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അറിവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന് നൽകിയ തലവാചകം, ഹെഡിങ് എന്താണ് എന്ന് നോക്കൂ. ബാബുൽ ഇൽമ് ഖബ്ലൽ ഖൗലി വൽ അമൽ. ഖൗലിനേക്കാളും അമലിനേക്കാളും മുമ്പ് അറിവിനുള്ള പ്രാധാന്യം. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. വാക്കുകൾ പറയുകയും പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നതിന് മുമ്പേ അറിവ് നേടിയെടുക്കണമെന്നുള്ളതാണ്. ലിഖൗലില്ലാഹി തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഖൗലാണ്, പരിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ ഖൗലാണ്. ഫഅലം, നീ അറിയുക, ഏറ്റവും ഒന്നാമത്തെ അറിയലാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം എന്തെന്നാൽ അല്ലാഹു അവനല്ലാതെ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹനായി മറ്റാരും തന്നെയില്ല. ഫബദഅ ബിൽ ഇൽമ്, അവിടെ അല്ലാഹു ഇൽമു കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ അധ്യായത്തിന് ഇങ്ങനെ പേര് നൽകിയിട്ടുള്ളത്, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവുണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ആ ബാബിന്റെ തലവാചകം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അറിവ്, അതിന്റെ സ്ഥാനം അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് തികയുന്ന ഒരു സംഗതിയല്ല. എല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. നമ്മൾ വളരെ ദുർബലരാണ്. എന്നാൽ അതിനുവേണ്ടിയുള്ള പരിശ്രമമാകട്ടെ അത് നിർബന്ധവുമാണ്. എല്ലാം പഠിച്ച് ഒരു വലിയ ആലിമാവുക എന്നുള്ളതല്ല.
നേരെ മറിച്ച് ആ വഴിയിലുള്ള നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പരിശ്രമം, അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ അറിവ്, അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഫളായിലുകൾ, അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതിഫലനങ്ങളും എത്രത്തോളമാണ് എന്ന് ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു സംഭവം പറയണ്ടായി. ബദരീങ്ങളെ ഉമർ റളിയല്ലാഹുവിന് വിളിച്ചാദരിക്കുന്ന ആ സദസ്സുകളിൽ സ്ഥിരമായി ബദറിൽ പങ്കെടുക്കാതിരുന്നിട്ടുകൂടി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം സ്ഥിരമായി ക്ഷണിക്കാണ്. അതിന്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് അറിവാണ് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്. വലിയ സ്ഥാനമാനങ്ങളുള്ള മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളുടെ സദസ്സിലേക്ക് ബദറിൽ പങ്കെടുക്കാതിരുന്നിട്ടുകൂടി അന്ന് ചെറിയ കുട്ടിയായിരുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഖുർആനിലുള്ള, ദീനിലുള്ള, ഫിഖഹിലുള്ള അവഗാഹമായ പാണ്ഡിത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും അറിവ് നൽകപ്പെട്ടവർക്കും അള്ളാഹു സ്ഥാനങ്ങൾ പടിപടിയായി ഉയർത്തി നൽകുമെന്ന്, ധാരാളമായി ദറജകൾ ഉയർത്തി നൽകുമെന്ന്. ദുനിയാവിലും അതെ, ആഖിറത്തിലും അതെ. ദുനിയാവിലുള്ള അത്തരമൊരു ഉദാഹരണമാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസുമായി ബന്ധപ്പെട്ട ഈ ഒരു ചരിത്രം. ആഖിറത്തിലാണെങ്കിലോ സഹോദരങ്ങളെ എത്രയെത്ര തെളിവുകളാണുള്ളത്. ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹു പറയുമെന്നാണ്, ഖുർആൻ ഓതിക്കൊണ്ട് നീ ഓതുക, നീ പാരായണം ചെയ്യുക, എന്നിട്ട് കയറിപ്പോവുക എന്നാണ്. സ്വർഗത്തിൽ ഇങ്ങനെ കയറിപ്പോകാൻ വേണ്ടി പറയും, പാരായണം ചെയ്തുകൊണ്ട് കയറിപ്പോകാൻ പറയും. ആ ഖുർആനിൽ എത്രത്തോളം നമുക്ക് പ്രാവീണ്യമുണ്ടോ, ആ ഖുർആനിൽ എത്രത്തോളം നമുക്ക് ഇൽമുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് ധാരാളമായി പാരായണം ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അറിവ് നൽകപ്പെട്ടവർക്ക് പരലോകത്തും സ്ഥാനം ഉയർത്തി നൽകപ്പെടുന്ന ആ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട അറിവ് നൽകപ്പെടുന്ന ആളുകൾ, അറിവ് നേടിയെടുക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് നൽകുന്ന സ്ഥാനം എന്താണ് എന്ന്, അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട് എന്ന്. അള്ളാഹുവിന് വലിയൊരു കൂട്ടം മലക്കുകൾ, പ്രത്യേകം ചില മലക്കുകൾ, സയ്യാഹുന ഫിൽ അർള്, അവർ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും. എന്താ അന്വേഷിക്കുന്നത്? ഇൽമിന്റെ സദസ്സുകളാണ്. എവിടെയാണ് വിജ്ഞാനം ചർച്ച ചെയ്യപ്പെടുന്നത്, അതാണ് അവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിലൊരു മജ്ലിസ് അവർ കണ്ടു കഴിഞ്ഞാൽ, അവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർ അവിടെ കയറിയിരിക്കുകയായി. അതിലെ സദസ്യരോടൊപ്പം അതിൽ ഈ പറയുന്ന ദീന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരും കയറിയിരിക്കുന്നതാണ്. അങ്ങനെ ആ സദസ്സ് പിരിയുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. അള്ളാഹു അവരോട് ചോദിക്കും, ആ മലക്കുകളോട്, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? മലക്കുകൾ പറയും, അവർ നിന്റെ ദീനാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ഖുർആനായിരുന്നു, സുന്നത്തുകളായിരുന്നു, മൊത്തത്തിൽ നിന്റെ ദീനിനെ കുറിച്ചായിരുന്നു അവരുടെ പഠനവും ചർച്ചകളും സംസാരങ്ങളുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അവർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി അവരുടെ ഏടുകളിൽ നിന്ന് അവരുടെ പാപങ്ങൾ നിങ്ങൾ മായ്ച്ചു കളയുക. നമ്മുടെ നന്മകളുടെ തിന്മകളുടെ ആ ഏടുകളിൽ നിന്ന് അല്ലാഹു പറയാണ്, അവരുടെ തിന്മകൾ മായ്ച്ചു കളയുക, അത് അവിടുന്ന് ഒഴിവാക്കുക, എടുത്തൊഴിവാക്കുക. അള്ളാഹു നമുക്ക് മഅ്ഫിറത്ത് നൽകുന്നതിന് പല സ്ഥാനങ്ങളുണ്ട്. അള്ളാഹു മഅ്ഫിറത്ത് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം പുറത്തു തരും, എന്നാൽ ഏടിൽ അതിന്റെ അടയാളങ്ങൾ ചെയ്തു എന്നുള്ളത് അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു മഅ്ഫിറത്തുണ്ട്. അള്ളാഹു അങ്ങനെ പാപം പൊറുക്കും. പാപം നമുക്ക് പുറത്തു തന്നു, അഥവാ അതിന് പിന്നെ ശിക്ഷയില്ല, അതിന് ശിക്ഷയില്ല. പക്ഷേ ഹിസാബിന്റെ സമയത്ത് നമ്മുടെ ഏട് തുറന്നു വെച്ച് നമ്മളതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ചെയ്ത പാപത്തിന്റെ കണക്ക് അവിടെ ഉണ്ടാവും. ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ പുറത്തു തന്നത് കൊണ്ട് നിനക്ക് ശിക്ഷയില്ല എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തും. എന്നാൽ അഫ്വ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോ റമളാനിലൊക്കെ അവസാനത്തെ പത്തിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ അഫ്വ് എന്നുള്ളത് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പലരും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഫ്വ് എന്ന് പറഞ്ഞാൽ മഅ്ഫിറത്തിനും മുകളിലാണ്. കാരണം അള്ളാഹു പാപം പൊറുക്കും, അതിന് പിന്നെ ശിക്ഷയില്ല, അതുകൊണ്ടും തീരുന്നില്ല, അതിന്റെ രേഖകളും മായ്ക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടേ ഇല്ല എന്നുള്ള മട്ടിൽ
അള്ളാഹു അതിന്റെ രേഖകളടക്കം മായ്ച്ചു കളയും. ഈ അറിവിന് വേണ്ടി പണിയെടുക്കുന്ന, അറിവിന്റെ സദസ്സുകളിൽ സന്നിഹിതരാകുന്ന ആളുകൾ, അവർക്ക് ലഭിക്കുന്ന ഫضل എന്താണ്? അവർക്ക് മഗ്ഫിറത്ത് മാത്രമല്ല, അഫുവും കൂടി ലഭിക്കുകയാണ്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അതിന്റെ രേഖകൾ ഏടുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അത്രയും വലിയ തൗഫീഖാണ് യഥാർത്ഥത്തിൽ അറിവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അത് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ ഒരു വഴിയിൽ ഇറങ്ങിത്തിരിക്കാണ്. എന്താണ് അയാളുടെ ഉദ്ദേശം? അയാൾ അറിവാണ് ഉദ്ദേശമാക്കിയിട്ടുള്ളത്. ഒരു ഖുർആൻ ക്ലാസ്സിന് വേണ്ടി പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്ത് ചെന്നിരുന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ, ഒരു കിതാബ് ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ അയാൾ ആ ഒരു നിയ്യത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ, അയാൾ മടങ്ങി വീട്ടിലെത്തുന്നത് വരെയും, അയാൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് മടങ്ങിയെത്തുന്നത് വരെയും വഹുവ ഫീ സബീലില്ലാഹ്, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അയാളുടെ യാത്ര, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അയാളുടെ അധ്വാനം, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അയാൾ ചെലവഴിക്കുന്ന ഓരോ പണവും. അല്ലേ, അതിനുവേണ്ടി ബസ്സിന് പൈസ കൊടുത്തു പറഞ്ഞാല്, അല്ലെങ്കിൽ ബൈക്കിലോ കാറിലോ ഒന്ന് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഫീ സബീലില്ല, അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലായി തീർന്നു. എത്ര വലിയ ഫضലാണ് എന്ന് നോക്കൂ. തീർന്നില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാള് ഇൽമിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ, ഒരു ആലിം, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദ് ഹത്ത النملة في جحرها وحتى الحوت في البحر ليصلون على معلم الناس الخير. ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇൽമിന്റെ മാർഗത്തിൽ, അറിവിന്റെ മാർഗത്തിൽ വ്യാപൃതനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അയാൾക്ക് ഗുണം ചെയ്യുമെന്നാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് അയാൾക്കുണ്ട് എന്നാണ്. മലക്കുകൾ അയാൾക്ക് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളും അയാൾക്ക് വേണ്ടി ഗുണത്തിന് പ്രാർത്ഥിക്കുമെന്നാണ്. വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലയസ്തഗ്ഫിറൂൻ, അവരൊക്കെയും ഇയാൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടുമെന്നാണ്. പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അപ്പൊ ഈ ജുമാക്ക് വന്നിരുന്നിട്ട് നമ്മൾ ഇൽമ് നേടുകയാണ്. അങ്ങനെയെങ്കിൽ നല്ലൊരു നിയ്യത്തിൽ, നല്ല മനസ്സോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി അറിവ് നേടണം, ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന താല്പര്യമാണോ നമുക്കുള്ളത്? സഹോദരങ്ങളെ, ഭൂമിയിലും ആകാശത്തിലും അതിനിടയിലുമുള്ള സകല ചരാചരങ്ങളും എന്തൊക്കെ റബ്ബ് പടച്ചിട്ടുണ്ടോ അതൊക്കെയും ലയസ്തഗ്ഫിറൂൻ, അവരൊക്കെയും ആ മനുഷ്യനു വേണ്ടി, ആ ഉദ്ദേശക്കാരനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ലയുസല്ലൂൻ, അവർ അയാളുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, ഹത്തൽ ഹീതാനു ഫിൽ മാഇ, വെള്ളത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മീനുകൾ വരേക്കും, വന്നംലതു ഫീ ജുഹരിഹാ, മാളത്തിൽ ഓടിക്കൊളിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ വരേക്കും, അവയൊക്കെയും ഈ പറയുന്ന മുഅല്ലിമുൻ നാസുൽ ഖൈർ, അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുകയോ അല്ലെങ്കിൽ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരാൾക്ക് ഗുണം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഗുണം എങ്ങനെയാണ് അള്ളാഹു നടപ്പാക്കുക? യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അയാൾക്ക് അവഗാഹമായ പാണ്ഡിത്യം നൽകും എന്നുള്ളതാണ് അതിന്റെ താല്പര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇങ്ങനെ എമ്പാടും ഒരുപാട് ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് ഈ അറിവിന്റെ മാഹാത്മ്യം കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, ഒരു ആലിമിനല്ലാതെ അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടാൻ സാധിക്കുകയില്ല എന്ന്. ആലിമ്, അറിവുള്ള ആൾക്ക് മാത്രമേ അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അറിവുള്ള പണ്ഡിതന്മാരാണ്. നമ്മളാരും പണ്ഡിതന്മാരല്ല, പക്ഷെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഖുശൂ',
അവിടേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ദീന് അതിങ്ങനെ അവിടെ ഇവിടെയും തൊടാത്തൊരവസ്ഥയിലായി പോകും. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടണില്ല എന്ന് നമ്മൾ പലപ്പോഴും പരാതി പറയലില്ലേ? ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഒരു നല്ലൊരു ഇഖ്ലാസോടുകൂടി ഓതാൻ കഴിയണില്ല എന്ന് നമ്മൾ പറയലില്ലേ? എന്തെങ്കിലും ഒരു നന്മക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടിരുന്നാൽ അപ്പൊ ഇത് നമുക്ക് കോട്ടായവരായി അല്ലേ? അപ്പൊ ഇത് നമുക്ക് മടുക്കായി, നമ്മളെ കണ്ണിങ്ങനെ മാറിപ്പോകലായി. എന്താ സഹോദരങ്ങളെ? ഖുശൂഇന്റെ കുറവാണ്. ഖുശൂ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? അറിവുണ്ടാകണം എന്നാ പറഞ്ഞു. ഇൽമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഇൽമുണ്ടോ അള്ളാഹുവിനെ നമ്മൾ യഥാവിധി അറിയും. ഇൽമുണ്ടോ നമ്മുടെ നിസ്കാരം ചിട്ടപ്പെടും. ഇൽമുണ്ടോ ഖുർആൻ നമുക്ക് ഗ്രാഹ്യമായി തീരും. ഇൽമുണ്ടോ എല്ലാ നന്മകളും നമുക്ക് സ്വായത്തമായി തീരും. എല്ലാ തിന്മകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മൾ സുരക്ഷിതരായി തീരും. അവിടേക്കാണ് നമുക്ക് എത്തിപ്പെടാനുള്ളത്. ദീനിയായ അറിവ് അല്ലെ, ശർഈയായ ഇൽമ്, അതിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും വേണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇൽമിന് വേണ്ടി തേടാൻ, ഇൽമ് ചോദിക്കാൻ വേണ്ടി പ്രവാചകന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമാ വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, അല്ലാഹുവേ ഞാൻ പഠിച്ചതിൽ നീ എനിക്ക് ഉപകാരം നൽകണേ, എനിക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് നീ എനിക്ക് പഠിപ്പിച്ചു നൽകുകയും വേണേ, എന്റെ അറിവിനെ നീ വളർത്തണേ, എല്ലാ സന്ദർഭങ്ങളിലും നിനക്കാകുന്നു എല്ലാ നന്ദിയും എല്ലാ ശുക്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളും പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമാ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു എന്റെ അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥന. അത്തരം പ്രാർത്ഥനകൾ നമ്മൾ തുടരുക. ദീനിയായ അറിവ് നേടിയെടുക്കാൻ എന്തൊക്കെ അവസരങ്ങളുണ്ടോ, ഒരു ക്ലാസ് നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദർസ് നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ മാറ്റിവെച്ച് നമ്മൾ എത്തണം അവിടെ. അതിനോട് വല്ലാത്തൊരു താല്പര്യം നമുക്കുണ്ടാകണം. ഭയങ്കരമായൊരു ഇഷ്ടം ദീനിനോട്, ദീനിന്റെ വിജ്ഞാനങ്ങളോട് നമുക്കുണ്ടാകണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലെ ചന്തയിലേക്ക് ഇറങ്ങി വന്നു. മാർക്കറ്റിൽ ഇങ്ങനെ ആകെ ബഹളം നടക്കുകയാണ്, കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ആ ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അതാ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് അവിടെ ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളിവിടെ കച്ചവടമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആളുകൾ പള്ളിയിലേക്ക് വേഗം ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് കിട്ടണമല്ലോ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അവിടെ കുറച്ചാളുകൾ അവരിങ്ങനെ വട്ടം വളഞ്ഞിരുന്നു, ഖുർആൻ ചർച്ച ചെയ്യുന്നു, തഫ്സീർ പരസ്പരം പറഞ്ഞു കൊടുക്കുന്നു, ഹദീസുകൾ ചർച്ച ചെയ്യുന്നു, അവിടെ ഇരുന്ന് വായിക്കും പഠിക്കുകയൊക്കെയാണ്. ഈ ആളുകൾ തിരിച്ചു വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കണം, നിങ്ങളല്ലേ പറഞ്ഞേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്താ അദ്ദേഹം കൊടുത്ത മറുപടി എന്നോ? പ്രവാചകന്മാർ അവർ ദുനിയാവിൽ ദീനാറുകളോ ദിർഹമുകളോ അനന്തര സ്വത്തായി വിട്ടേച്ചു പോയിട്ടില്ല. നേരെ മറിച്ച് അവർ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത് അത് ഇൽമാണ്, അറിവാണ്, ഖുർആനും ഹദീസുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിട്ടേച്ചു പോയിട്ടുള്ള വിജ്ഞാനമാകുന്ന അനന്തര സ്വത്ത്. സഹോദരങ്ങളെ, അത് നേടിയെടുക്കാൻ നമ്മുടെ റസൂൽ എന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി വളരെ ഇഷ്ടത്തോടുകൂടി നമ്മൾ പറയലുണ്ടല്ലോ, എങ്കിൽ ആ റസൂലിന്റെ അനന്തര സ്വത്തിനോടും നമുക്ക് ആ ഇഷ്ടം ഉണ്ടാകണം. അതുകൊണ്ട് ഒരു ക്ലാസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ നമ്മൾ കൊണ്ടുപോകണം, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നമ്മൾ കൊണ്ടുപോകണം, ഉമ്മാനെ കൊണ്ടുപോകണം, ഉപ്പാനെ കൊണ്ടുപോകണം, സഹോദരങ്ങളെ കൊണ്ടുപോകണം. കുടുംബമായി കൊണ്ട് നമ്മൾ ദീന് പഠിക്കണം. അതാണ് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ചിട്ട എന്ന് പറയുന്നത്. അങ്ങനെ ദീന് പഠിച്ചാലേ കുട്ടികളെ നമ്മൾ വിളിച്ചോടുത്ത് കിട്ടുള്ളൂ. അങ്ങനെ ദീന് പഠിച്ചാലേ പരസ്പരം സ്നേഹിക്കുന്ന അറിയുന്ന ഭാര്യയും ഭർത്താവുമാകാൻ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാകുമ്പോഴാണ് വളരെ സ്നേഹമുള്ള ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, ദീനാണ്, അറിവാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞേ. എല്ലാ രംഗത്തും അത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എല്ലാത്തിന്റെയും അടിസ്ഥാനം ദീനാണ്, അറിവാണ്. ആ അറിവ് നേടിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പല ആളുകളും പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് എപ്പോഴും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, ഇമാമ മിമ്പറിൽ കയറുന്നതിന് മുമ്പേ തന്നെ എത്താനാണ്. ജുമാടെ സമയം എപ്പോഴാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിനു മുമ്പേ തന്നെ പള്ളിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട പരിശ്രമം. ഏറ്റവും ഒന്നാമത് വരുന്ന ആൾക്കും പിന്നെ വരുന്ന ആൾക്കും പിന്നെ വരുന്ന ആൾക്കൊക്കെ ഉള്ള പ്രതിഫലങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടത്. അപ്പം എന്തായാലും വെള്ളിയാഴ്ച ദിവസം ഒന്ന് ഒരുങ്ങി നേരത്തെ നല്ല കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ പള്ളിയിൽ നേരത്തെ എത്താൻ തന്നെ പരിശ്രമിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ വരുമ്പോൾ അഥവാ ഇപ്പം ഇന്നിപ്പോൾ നമ്മളിങ്ങനെ കണ്ട കാഴ്ച പറയാണ്, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാങ്കിന് ജവാബ് നൽകാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ല വേണ്ടത്. വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കുക വേണ്ടത്. ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെള്ളിയാഴ്ച ദിവസം ജുമുഅ സമയത്തെ മാത്രം കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തൊരു ദിവസം, അല്ലാത്തൊരു സമയം, അല്ലാത്തൊരു വക്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്കിന് നമ്മൾ ജവാബ് നൽകണം. ബാങ്കിന് ജവാബ് നൽകുന്നതിന് വലിയ വലിയ പ്രതിഫലമാണുള്ളത്. അപ്പം അതിന് ജവാബ് നൽകുക തന്നെയാണ് വേണ്ടത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കേണ്ടത്. പക്ഷെ വെള്ളിയാഴ്ച ദിവസം ആ ബാങ്കിന് ജവാബ് നൽകുന്നതിനേക്കാളും പ്രാധാന്യമുള്ളത് എന്താണ്? ഇമാമിന്റെ ഖുത്ബ അത് ശ്രവിക്കുക എന്നുള്ളതാണ്. അതിനാണ് കൂടുതൽ സ്ഥാനമുള്ളത്. അപ്പൊ നമ്മളവിടെ ബാങ്കിന് ജവാബ് നൽകാൻ കാത്തു നിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമാമ് ഖുത്ബ ആരംഭിക്കും. അപ്പൊ നമ്മൾ നിസ്കാരത്തിലേക്കാരം. അപ്പൊ വരുമ്പോ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച്, ബാങ്ക് കൊടുക്കുകയാണെങ്കിലും ശരി, നമ്മൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇമാം ഖുത്ബ ആരംഭിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. മറ്റ് സംസാരങ്ങളോ അല്ലെങ്കിൽ ഫോണിലുള്ള തിരിപ്പിടിയോ അതൊന്നുമില്ലാതെ പരിപൂർണമായി ശ്രദ്ധ കൊടുത്ത് നമ്മൾ ഇരിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊന്ന്, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ 2-ാം പെരുന്നാളാണ്. ദുൽഹിജ്ജ 13 വരെയും പെരുന്നാളിന്റെ ദിവസങ്ങളാണ്. അയ്യാമു തശ്രീഖ് എന്നാണ് ആ 3 ദിവസങ്ങൾ, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ അറിയപ്പെടുന്നത്. ആ ദിവസങ്ങൾ പെരുന്നാളിന്റെ ദിവസങ്ങളാണ്, ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അതോടൊപ്പം തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകുന്നതോടൊപ്പം, നമ്മൾ ഇന്നലെ പെരുന്നാൾ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അത് നന്മകൾക്ക് വേണ്ടി സമയം കണ്ടെത്തലാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ തക്ബീറുകൾ ധാരാളമായി നമ്മൾ അധികരിപ്പിക്കണം. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും, ദുൽഹിജ്ജ 13 അസർ നിസ്കാരത്തിന് ശേഷം വരേക്കും നമ്മൾ എന്ത് ചെയ്യണം? ആ തക്ബീർ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. നിസ്കാരത്തിന്റെ ശേഷം എന്ന് മാത്രമല്ല, അല്ലാത്ത സമയത്തൊക്കെ നമുക്കൊരു തക്ബീർ ചൊല്ലാനേ, അല്ലെ എന്തെങ്കിലും ഒരു പണിയിലാണെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തക്ബീർ ചൊല്ലാൻ പറ്റും, തസ്ബീഹുകൾ ചൊല്ലാൻ പറ്റും. അപ്പം ആ നിലക്ക് നമ്മൾ ഈ ദിവസങ്ങളെ നന്നായി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഈ ദിവസങ്ങൾ കുടുംബ സന്ദർശനങ്ങൾ, കുടുംബബന്ധങ്ങൾ പുതുക്കാനും, അതുപോലെ തന്നെ രോഗീ സന്ദർശനങ്ങൾക്കും സൗഹൃദങ്ങൾ പുതുക്കാനും, അയൽവാസികളായിട്ടൊക്കെ നല്ല ഇടപെടലുകൾ നടത്താനും, അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ഉപയോഗപ്പെടുത്തണം. സ്വതക്കകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ, ഇപ്പോൾ പിന്നെ മക്കയിലും മറ്റൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവരുടെ സുഖകരമായ ആ ഹജ്ജൊക്കെ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനകളിൽ അവരൊക്കെ ഓർക്കുകയും ഉൾപ്പെടുത്തുകയും കൂടി വേണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നന്മകളും പരിപൂർണമായ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും പാപമുക്തരായവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ വിശാലമാക്കി നൽകുകയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും തുറവികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ മാത്രം പീഡനങ്ങളും ദുരിതങ്ങളും ഏറ്റുവായിക്കൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ക്ഷമക്കും സഹനത്തിനും പ്രതിഫലമായിക്കൊണ്ട് വലിയ
ഉന്നതമായ സ്ഥാനങ്ങൾ റബ്ബ് ഇരുലോകത്തും അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.